ആധ്യാത്മിക ഷിൽജ. എല്ലാവർക്കും മലയാള എക്സ്പ്രസ് ന്യൂസിലെ സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷാ ചോർച്ചയിൽ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതി. ആവർത്തിച്ചുണ്ടാകുന്ന തെറ്റുകൾ അവസാനിപ്പിക്കണമെന്നും ഇത് ഇങ്ങനെയങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ PS നരസിംഹ, ആലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. പരീക്ഷാ വിവാദങ്ങളിലെ പിഴവുകൾ തടയണമെന്നാവശ്യപ്പെട്ട കോടതി ഈ വിഷയത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നും അറിയിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിനിധികളുമായി ഇന്ന് കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച പൂർത്തിയായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യത്തിൽ നാളെ ഉച്ചയ്ക്ക് തീരുമാനം അറിയിക്കാമെന്ന് സർക്കാർ അറിയിച്ചതായി വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. CJP സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ 200 പേർ കരുതൽ കസ്റ്റഡിയിൽ. സമരത്തിന് കുരുമുളക് സ്പ്രേയുമായി എത്തിയവരും ഗുണ്ടാ സംഘങ്ങളുമാണ് കസ്റ്റഡിയിലായതെന്നും UP, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ അല്ലാത്തവരെയാണ് കസ്റ്റഡിയിലെടുത്തതെന്നും പോലീസ് വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ ജന്തർ മന്ദറിലെ പ്രതിഷേധം തുടരുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ് കെ. സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചത് ആശ്വാസകരമെന്നും അദ്ദേഹം പറഞ്ഞു. നിരാഹാര സമരം അവസാനിപ്പിച്ച വാങ്ചുക്കിന് 3 ഉറപ്പുകളാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കോ യുവാക്കൾക്കോ എതിരെ പ്രതികാര നടപടികളോ കേസോ എടുക്കില്ല. പരീക്ഷാ ക്രമക്കേടുകളെ തുടർന്ന് മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നത് സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കും. ചോദ്യപേപ്പർ ചോർച്ച തടയാനും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഘടനാപരമായ പരിഷ്കാരങ്ങൾക്കുമായി പാർലമെന്റിൽ ചർച്ച നടത്തും. രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയിൽ MR അജിത് കുമാറിന്റെ പങ്ക് അടിവരയിട്ട് സസ്പെൻഷൻ ഉത്തരവ്. അന്വേഷണ ഉദ്യോഗസ്ഥരെ നിരന്തരം സ്വാധീനിച്ച് പ്രതികളെ രക്ഷിക്കാൻ അജിത് കുമാർ ഇടപെട്ടെന്നാണ് കണ്ടെത്തൽ. അജിത് കുമാർ സമ്മർദ്ദം ചെലുത്തിയെന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴികളടക്കം ചേർത്താണ് സസ്പെൻഷൻ ഉത്തരവ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവാഭരണം കമ്മീഷണർ റെജിലാലിന്റെ റിപ്പോർട്ട് തള്ളിയാണ് PS പ്രശാന്ത് സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചതെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ഇതിനായി വ്യാജരേഖ തയ്യാറാക്കി. നിയമാനുസൃതമായ കരാറും അന്ന് ഉണ്ടായിരുന്നില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാർ നാറിക്കോട്ടെ എന്ന ഉദ്ദേശമുണ്ടോ എന്നും ആഭ്യന്തര വകുപ്പിന്റെ ശോഭ ഇല്ലാതാക്കാനാണോ എന്നും കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. വീഴ്ചയ്ക്ക് നടപടി ഉണ്ടാകുമെന്നും കോടതി പറഞ്ഞു. കോടതി മുറിയിലെ ഓൺലൈൻ മൈക്ക് ഓഫ് ചെയ്ത ഉദ്യോഗസ്ഥനെ ജഡ്ജി വിമർശിക്കുകയും മൈക്ക് ഓൺ ചെയ്യിക്കുകയും ചെയ്തു. കേരളത്തിലെ PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക്. ചോദ്യപേപ്പർ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി സെക്രട്ടറി, ജൂനിയർ സൂപ്രണ്ട്, സിസ്റ്റം അനലിസ്റ്റ് എന്നിവരുടെ മൊഴിയെടുത്തു. PSCയിൽ വീണ്ടും ക്രമക്കേട് പരാതി. കേര ഫെഡ് നിയമനത്തിൽ റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ച് വിജ്ഞാപനമിറക്കിയെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഹൈക്കോടതിയിലെ കേസ് മറച്ചുവെച്ചാണ് വിജ്ഞാപനമെന്നും ആരോപണമുണ്ട്. രക്ഷാപ്രവർത്തന അട്ടിമറി കേസിൽ സസ്പെൻഷനിലായ ADGP MR അജിത് കുമാർ നിയമ നടപടിക്കെന്ന് സൂചന. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് മുന്നോട്ടു പോകാനാണ് നീക്കം. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കും. DGP സ്ഥാനക്കയറ്റത്തെ അടക്കം ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. കേസ് റദ്ദു ചെയ്യണമെന്ന് അഗസ്റ്റിൻ സഹോദരങ്ങൾ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതികരണവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ. ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസ് എത്തി നിൽക്കുന്നത് BJP നേതാക്കളിലേക്കാണെന്നും ഡൽഹിയിലെത്തി സമരത്തിന് പിന്തുണ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. യൂബർ ആപ്പ് പൂർണ്ണമായി ബഹിഷ്കരിക്കാൻ ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സിന്റെ തീരുമാനം. ഇന്നു മുതൽ മറ്റാപ്പുകൾ ഉപയോഗിച്ച് സർവീസുകൾ പുനരാരംഭിക്കും. ഇന്നലെ മാനേജ്മെന്റുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് തീരുമാനം. പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ മെല്ലെപ്പോക്കെന്ന് ബന്ധുക്കൾ. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകുമെന്നും ഇടപെടൽ ആവശ്യപ്പെട്ട് രാജമോഹൻ ഉണ്ണിത്താന് പരാതി നൽകിയെന്നും കുടുംബം പറഞ്ഞു. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ മുഖ്യമന്ത്രിക്കും സർക്കാരിനും സമയമില്ലെന്നും പകരം ഡൽഹിയിൽ പോയി പല കാര്യങ്ങളും വിളിച്ചു പറയുന്നുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയുടെയും CJPയുടെയും നാടകത്തിനൊപ്പം കൂട്ടുനിൽക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരൂരങ്ങാടിയിലെ വിവിധ ഹോട്ടലുകളിൽ ചിക്കൻ മന്തി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് മറ്റ് മൃഗക്കൊഴുപ്പുകൾ ചേർത്ത് പാചകം ചെയ്ത് വിൽപ്പന നടത്തുന്നതായി നഗരസഭാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തി. കാസർഗോഡ് ചട്ടഞ്ചാൽ വ്യവസായ പാർക്കിലെ പ്ലാസ്റ്റിക് പൊടിക്കുന്ന ഫാക്ടറിയിൽ വൻ തീപിടുത്തം.
പുലർച്ചെ 5:30യോടെയാണ് സംഭവം. ഫാക്ടറിയിലൂടെ കടന്നുപോകുന്ന ഗെയിൽ വാതക പൈപ്പ് ലൈനിന് തകരാറില്ല. വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ച് റാപ്പർ വേടൻ കൊച്ചിയിൽ പങ്കെടുത്ത പരിപാടിക്കെതിരെ കേസ്. അനുമതിയില്ലാതെ പരിപാടി നടത്തി ഗതാഗത തടസ്സമുണ്ടാക്കിയതിനാണ് എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തത്. CJP സമരം ശക്തമായി തുടരുന്നതിനാൽ ഡൽഹിയിലെ 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30യോടെ അടച്ചു. സ്റ്റേഷനുകൾ തുറക്കണമെന്ന് ഇന്നലെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ചർച്ചയ്ക്ക് തയ്യാറെന്ന് ആവർത്തിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. കുറ്റക്കാർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി ഒറ്റക്കെട്ടായാണ് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചത്. പ്രതിപക്ഷ ബഹളം രൂക്ഷമായതോടെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർദ്ധരാത്രി പുറത്തുവിട്ട വീഡിയോ സന്ദേശം പ്രഹസനമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, വിദ്യാർത്ഥികളെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കുക എന്നിവയാണ് വിദ്യാർത്ഥികളുടെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. സംവാദത്തേക്കാൾ സർക്കാരിന്റെ മുൻഗണന അടിച്ചമർത്തലിലാണെന്നും കർഷകർക്കും സാമൂഹിക പ്രവർത്തകർക്കും പിന്നാലെ വിദ്യാർത്ഥികളിലേക്കും ആ രീതി തുടരുന്നുവെന്നും കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി. ആക്ടിവിസ്റ്റ് സോനം വാങ്ചുകിന് നന്ദി പറഞ്ഞ് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ. രാജ്യത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിയ പോരാട്ടമാണ് വാങ്ചുക് നടത്തിയതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. E20 ഇന്ധനത്തിലേക്ക് മാറുന്നതിന് മുൻപ് വിപുലമായ ശാസ്ത്രീയ പഠനങ്ങളും സാങ്കേതിക പരിശോധനകളും നടത്തിയിരുന്നുവെന്ന് പാർലമെന്റിൽ വിശദീകരണം നൽകി കേന്ദ്ര സർക്കാർ. ഏകദേശം 23 കോടി വാഹനങ്ങളിൽ എത്തിയ വിലയിരുത്തലിൽ E20 മൂലമുള്ള എഞ്ചിൻ തകരാറോ അസാധാരണകരമായ കേടുപാടുകളോ കണ്ടെത്തിയിട്ടില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പറയുന്നു. CJP പ്രക്ഷോഭത്തിൽ പങ്കെടുക്കരുതെന്ന് ജവഹർലാൽ നെഹ്റു സർവകലാശാല. സമൂഹമാധ്യമങ്ങൾ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യണമെന്നും സർവകലാശാല നിർദ്ദേശം നൽകി. കനത്ത മഴയിൽ ഗുജറാത്തിലും ആസാമിലും പ്രളയം. ആസാമിൽ മരണസംഖ്യ 47ആയി. ഗുജറാത്തിൽ വെള്ളപ്പൊക്കത്തിൽ 22,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. പലയിടത്തും റോഡ്, റെയിൽ ഗതാഗതം താറുമാറായി. ഗുജറാത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും അവധി പ്രഖ്യാപിച്ചു. ഇറാന്റെ ആക്രമണം മൂലം കപ്പലുകൾക്കുണ്ടാകുന്ന എല്ലാ നാശനഷ്ടങ്ങൾക്കും പരിഹാരമായി അമേരിക്കയുടെ പക്കലുള്ള ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. UK-യിലെ ആദ്യ AI മന്ത്രിയായി ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ കനിഷ്ക നാരായൺ. ബീഹാറിലെ മുസാഫർപൂരിലാണ് നാരായണിന്റെ ജനനം. ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പുതിയ തീരുവകൾ പ്രഖ്യാപിച്ച് അമേരിക്ക. നിർബന്ധിത തൊഴിൽ വഴി ചൂഷണം ചെയ്ത് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കെതിരെ എന്ന പേരിലാണ് പുതിയ തീരുവ. ഇന്ത്യയെ 10% നികുതി സ്ലാബിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.